ഹേയ് വെൽക്കം ബാക്ക് ടു ദി ജൂസ് വ്ളോഗ്. ഞങ്ങളിന്ന് ഇതൊരു ചെറിയ വ്ളോഗാണ്. ഞങ്ങളിന്ന് എൻ്റെ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയിട്ടില്ല. 18 വയസ്സായിട്ട് 4 കൊല്ലം കഴിഞ്ഞു, ഇതുവരെയും വോട്ടർ ഐ ഡി എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി പഞ്ചായത്തിൽ പോകാൻ വേണ്ടി റെഡിയാക്കണതാണ്. ഇവിടെ കാക്കയും ചിതാനും ഉണ്ട്, ഞങ്ങൾ പോവാണ്. അപ്പം എൻ്റെ ആധാർ കാർഡ് എൻ്റെ വീട്ടിലുണ്ടായില്ല, അപ്പം ഇവിടെ ഉമ്മിച്ചിയുടെ അടുത്ത് വന്നേക്കണതാണ്. അതിനുവേണ്ടി വെയിറ്റ് ഞങ്ങളവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ടോ, വീട്ടിൽ ഏൽപ്പിച്ചവിടെ ഉപ്പിച്ചുണ്ടായിരുന്നു. ഉപ്പിച്ചീനെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് വെച്ചാൽ കിഴക്കമ്പലം പഞ്ചായത്ത്. എന്നിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അവിടെ ഓടിയൊക്കെ നടക്കുമ്പോൾ സുധാരണ ഇടങ്ങാറാവും. പിന്നെ ഇവനെടുത്തോണ്ട് നടക്കണം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അവിടെ ആക്കി ഒപ്പിച്ച് നോക്കി പോകാമെന്ന് പറഞ്ഞു. ഇത് ഉൾ റോഡാണ്. ഇവിടെ കുറേ വില്ലകളുണ്ട്. അതുപോലെ തന്നെ ബഷീർ യൂട്യൂബർ അവരുടെ വീട് ഇവിടെയാണ്. നല്ല പീസ്ഫുൾ ഏരിയ ആണ് ഇത്. നല്ല പീസ്ഫുൾ ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഉൾ റോഡ് എടുക്കാൻ കാരണം വേറെ ഒന്നാണ്, നല്ല കട്ടറുള്ള റോഡാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലും ഈ വീഡിയോയിൽ എൻ്റെ ഫേസ് കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോഴും നമ്മളിപ്പോൾ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ ഫോണായിട്ട് പോലും അതിൽ സംസാരിക്കലൊക്കെ ആയിട്ട് ഒന്നായി വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ വ്ളോഗ് എടുക്കണേൻ്റേതായ രീതിയിലേക്ക് എത്തുന്നുള്ളൂ. എന്നാൽ ചെറുതായിട്ടൊരു ഷൈയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിലും അതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ ഫോൺ നോക്കി സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഭൂരിഭാഗം ഞാനിതിൽ വോയിസ് ഓവർ ചെയ്യാണ് ചെയ്യുന്നത്. എനിക്കിനിപ്പോൾ ആധാർ കാർഡിൻ്റെയും അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കാണ്ടായിരുന്നു. അത് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് പോയി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരണയാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 18 വയസ്സായത് 2021. അപ്പോൾ ആ സമയത്ത് കൊറോണയുടെ ടൈം ആയതുകൊണ്ട് തന്നെ ഞാനിതിനങ്ങനെ മുതിർന്നില്ലായിരുന്നു. പിന്നെ വോട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴാണ് ആരെങ്കിലും വോട്ടർ ഐ ഡി ശരിയാക്കണം എന്ന് പറഞ്ഞു വരും. പിന്നെ അത് ചെയ്യില്ല. കോളേജൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് അത് പിന്നെ ചെയ്യില്ല. ഇപ്പം ഒരു പ്രാവശ്യം കഴിഞ്ഞ് ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അങ്ങോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ തന്നെ ഹോമിയോയും കൃഷിഭവനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കയറണം. കുറേ സമയം എടുക്കുമെന്ന് എനിക്ക് ടെൻഷനുണ്ട് കേട്ടോ. ഞങ്ങളവിടെ അപ്പോൾ ഞങ്ങളുടെ മെമ്പറിനെ കണ്ടു. അപ്പോൾ അവർ മുകളിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എനിക്കിപ്പോൾ കൃത്യം പറഞ്ഞാൽ ഏതാണ് വാർഡെന്ന് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവിടെ ചെന്ന് അവരെന്ത് സൈൻ ചെയ്ത് തന്നു. പിന്നെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഖദീജ എന്ന് പറയുമ്പോൾ സാധാ കായലും നഗത്തിൻ്റെ കായം അത് തിരുത്താനുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങാണ്. അപ്പോൾ അവിടെ പോയി ഒരു സൈൻ ചെയ്യണം, അത്ര പ്രോസസ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു വലിയ പ്രോസസ്സുകളൊക്കെ ഉണ്ടാകുന്നു, പക്ഷെ ഉണ്ടായില്ല. ഇതാണ്ട് ഞങ്ങളുടെ കാറ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, തിരിച്ചു പോയി സിതാനം എടുക്കണം, വീട്ടിൽ പോകണം, ഇത്രേ ഉള്ളൂ. ഞാൻ വലിയൊരു പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിച്ചാൽ സിതാനം ഒപ്പിച്ചിട്ട് അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഇപ്പോൾ സിതാനം പോയി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഒരു പപ്സും ഞാനൊരു നാരങ്ങളും ഒരു ചായയാണ് പറഞ്ഞിരുന്നത്. അതിൽ പിന്നെ ഞാനൊരു സമൂസയും കൂടി പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങളിപ്പോൾ മെയിൻ റോഡ് വഴിയാണ് പോണത്. ഞങ്ങളിപ്പോൾ കറക്റ്റ് മെയിൻ റോഡ് വഴിയാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് എന്ന് പറയുന്നത് കിഴക്കമ്പലം ചിത്രപ്പുഴ റോഡാണ്. ആ റോഡ് ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് നേരത്തെ പോയത് റോഡ് കയറിയാണ്. ഇപ്പോഴും നമുക്ക് മനസ്സിലാവും വീഡിയോയുടെ ഇത് എന്നുവെച്ചാൽ നല്ല കട്ടറുണ്ട്. ആ റോഡ് ഈ റോഡുകൾ ഭയങ്കര മോശമാണ്. ഏകദേശം നമ്മൾ വീടെത്താനേ. സിതാനം ഇപ്പോൾ ചിന്ന ഇടങ്ങേറാക്കിയിട്ടുണ്ടാവുകയാണോ പഠിച്ചവനറിയാം. ആൾ പൊതുവേ സൈലൻ്റാണ്. ഞാൻ ചെന്നപ്പോഴേക്കും ആളൊരു കുപ്പി പാലൊക്കെ കുടിച്ചിരിക്കുന്നതാണ്. വലിയ മൈൻഡൊന്നും തന്നെയില്ല കേട്ടോ, കൊണ്ടുപോയില്ലല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എൻ്റെ കാക്കയുടെ വീടും തമ്മിൽ അധികം ദൂരമല്ല, ഒരു വളവ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ്. ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. താങ്ക് യു.